ശിക്ഷാവിധി ഇല്ലാത്തത് ആർക്കാണ്? ക്രിസ്തുവേശുവിലുള്ളവർക്ക്. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്നും സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നത് എന്താണ്? ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്നും ആരിലൂടെയാണ് സ്വാതന്ത്ര്യം വരുത്തിയത്? യേശുക്രിസ്തുവിലൂടെ. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം ലോകത്തിലേക്ക് അയച്ചത് ആരെയാണ്? യേശുക്രിസ്തുവിനെ. ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം യേശുക്രിസ്തുവിനെ എന്തിൻ്റെ സാദൃശ്യത്തിലാണ് അയച്ചത്? പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ. ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം യേശുക്രിസ്തുവിനെ എന്ത് നിമിത്തമാണ് അയച്ചത്? പാപം നിമിത്തം. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചത് എന്തിനാണ്? ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിന്. ജഡത്തിനുള്ളത് ചിന്തിക്കുന്നത് ആരാണ്? ജഡസ്വഭാവമുള്ളവർ. ആത്മാവിനുള്ളത് ചിന്തിക്കുന്നത് ആരാണ്? ആത്മസ്വഭാവം ഉള്ളവർ. ജഡത്തിൻ്റെ ചിന്ത എന്താണ്? മരണം, ദൈവത്തോട് ശത്രുത്വം. ആത്മാവിൻ്റെ ചിന്ത എന്താണ്? ജീവനും സമാധാനവും. ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയാത്തവർ ആരാണ്? ജഡസ്വഭാവമുള്ളവർ. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നവർ ആരാണ്? ആത്മസ്വഭാവമുള്ളവർ. ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നത് ആര് ഉള്ളിൽ വസിക്കുമ്പോഴാണ്? ക്രിസ്തു. മർത്യശരീരങ്ങളെ ജീവിപ്പിക്കുന്നവൻ ആരാണ്? ദൈവം. മർത്യശരീരങ്ങളെ ദൈവം ആരെ കൊണ്ടാണ് ജീവിപ്പിക്കുന്നത്? പരിശുദ്ധാത്മാവിനാൽ. ദൈവം പരിശുദ്ധാത്മാവിനെ കൊണ്ട് ജീവിപ്പിക്കുന്നത് എങ്ങനെയുള്ളവരുടെ മർത്യശരീരങ്ങളെയാണ്? ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നവരുടെ. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നത്? മരണം. ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നവർ എന്താണ് ചെയ്യുന്നത്? ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവർ ആരാണ്? ദൈവത്തിൻ്റെ മക്കൾ. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവർ ആരാണ്? ദൈവത്തിൻ്റെ മക്കൾ. നാം ദൈവമക്കൾ എന്ന് സാക്ഷ്യം പറഞ്ഞത് ആരാണ്? പരിശുദ്ധാത്മാവ്. ദൈവമക്കൾ ആരുടെയെല്ലാം അവകാശികളാണ്? ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും. ക്രിസ്തുവിനോടുകൂടെ കഷ്ടം അനുഭവിച്ചവർക്കുള്ള പ്രതിഫലം എന്താണ്? തേജസ്കരണം. വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു എന്ന് പൗലോസ് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഈ കാലത്തിലെ കഷ്ടങ്ങളെക്കുറിച്ച്. സൃഷ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എന്തിനെയാണ്? ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ. ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്ന ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് എന്താണ്? സൃഷ്ടി. സൃഷ്ടി മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് എന്ത് നിമിത്തമാണ്? സൃഷ്ടിയെ കീഴ്പ്പെടുത്തിയവൻ്റെ കൽപ്പന നിമിത്തം. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്നവർ ഉള്ളിൽ ഞരങ്ങുന്നത് എങ്ങനെയാണ്? ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട്. നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനാലാണ്? പ്രത്യാശയാൽ.
കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിൽ അതിനായി കാത്തിരിക്കുന്നത് എങ്ങനെയാണ്? ക്ഷമയോടെ. നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നതാരാണ്? ആത്മാവ്. ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതാരാണ്? ആത്മാവ്. ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നത് എന്തുകൊണ്ടാണ്? ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട്. സകലവും നന്മയ്ക്കായി വ്യാപരിക്കുന്നത് ആർക്കാണ്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. മുന്നറിഞ്ഞവരെ മുൻനിയമിച്ചത് ആരാണ്? ദൈവം. മുന്നറിഞ്ഞവരെ ദൈവം മുൻനിയമിച്ചത് എന്തിനാണ്? തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നതാരാണ്? ദൈവം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ ആരാണ്? ദൈവം. നീതീകരിക്കുന്നവൻ ആരാണ്? ദൈവം. ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നതാരാണ്? യേശുക്രിസ്തു. കഷ്ടത, സങ്കടം, ഉപദ്രവം, പട്ടിണി, നഗ്നത, ആപത്ത്, വാൾ ഇവയിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നത് ആര് മുഖാന്തരമാണ്? നമ്മെ സ്നേഹിച്ചവൻ, അതായത് യേശുക്രിസ്തു മുഖാന്തരം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കാൻ കഴിയുകയില്ല എന്നുറച്ചിരിക്കുന്നത് ആരാണ്? പൗലോസ്. റോമർ 8-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണുള്ളത്? 39.